എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യാറുണ്ടോ? ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്യേണ്ടതാണ്. ഇന്നും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതും നിങ്ങൾ എല്ലാ ദിവസവും കൂട്ടിച്ചേർക്കുക. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇത് മാത്രമാണ് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. പിന്നെ ഈ ഒരു സ്വരങ്ങൾ പാടുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രുതി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതിയാണ് നിങ്ങൾ ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഞാനൊരു ശ്രുതി വെച്ച് കഴിഞ്ഞാൽ ആ ശ്രുതി തന്നെ നിങ്ങളും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് 6 ഘട്ട ശ്രുതിയാണ്, അതായത് എ എന്ന ശ്രുതിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളും സെയിം ശ്രുതി തന്നെ അവിടെ വെച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേട്ടല്ലോ? ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അറിയാമല്ലോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുള്ളൂ. ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാ വീഡിയോസും കിട്ടാൻ എന്താ വഴിയെന്ന്. അപ്പോൾ ഈ ഒരു വഴിയാണുള്ളത്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഈ സ്വരങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നത് മായാമാളവ ഗൗള രാഗത്തിലാണ്. അപ്പോൾ ഈ മായാമാളവ ഗൗള രാഗം എന്ന് പറയുന്നത് പേര് പോലെ അത്ര ബുദ്ധിമുട്ടല്ല നമുക്ക് പാടാൻ വേണ്ടിയിട്ട്. എല്ലാം സിമ്പിളായിട്ട് പാടാൻ പറ്റി പോകുന്ന സ്വരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മായാമാളവ ഗൗള രാഗത്തിൽ ഇത് ചെയ്തു പോകുന്നത്. അപ്പോൾ നമുക്ക് പാടി നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് പാടണം. സ്വരസ്ഥാനങ്ങൾ മാറിപ്പോവാതെ ശ്രദ്ധിച്ച് പാടുന്ന വേണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്വരങ്ങൾ നോക്കിയേ. സരി ഗ രി ഗ മ ഗ മ പ മ പ ധ പ ധ നി ധ നി സ സ നി ധ നി ധ പ ധ പ മ പ മ ഗ രി സ. ഓക്കെ, അപ്പം അത് കുറച്ച് സ്പീഡിൽ നമ്മൾ വീണ്ടും പാടുന്നു. സരി ഗ രി ഗ മ ഗ മ പ മ പ ധ പ ധ നി ധ നി സ സ നി ധ നി ധ പ ധ പ മ പ മ ഗ രി സ. വീണ്ടും അതിൻ്റെ സ്പീഡ് കൂട്ടണേ. സരി ഗ രി ഗ മ ഗ മ പ മ പ ധ നി സ സ നി ധ നി ധ പ ധ പ മ ഗ രി സ. ഇത് നിങ്ങൾക്ക് പരമാവധി എത്ര സ്പീഡ് കൂട്ടാൻ പറ്റുന്നോ അത്രയും സ്പീഡ് കൂട്ടി പാടി പഠിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ആകാരവും അതേപോലെ പാടി നോക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആ സ്പീഡ് കൂട്ടിയിട്ട് പാടി കാണിച്ചു തരാം. സരി ഗ രി ഗ മ ഗ മ പ മ പ ധ നി ധ നി സ സ നി ധ നി ധ പ ധ പ മ ഗ രി സ. ഓക്കെ, സരി ഗ രി ഗ മ ഗ മ പ മ പ ധ നി ധ നി സ സ നി ധ നി ധ പ ധ പ മ ഗ രി സ. അങ്ങനെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് പാടി നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ ആകാരവും കൂടെ പാടി നോക്കുക. ക്ലിയർ ആയില്ലേ? എല്ലാം ക്ലിയർ ആയിക്കോളും. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്ലോ ആയിട്ട് പഠിക്കണം. ഇത് നല്ല സ്ലോയിൽ ആദ്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ ഫാസ്റ്റായിട്ട് പാടാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കേൾക്കുമ്പോൾ ആ ഫാസ്റ്റ് നല്ല രസമുണ്ടല്ലോ, എന്നാൽ പിന്നെ അതിൽ കയറി പിടിക്കാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്ലോ ആക്കിയിട്ട് പഠിക്കണം. ക്ഷമയോടുകൂടി അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്പീഡാക്കി നിങ്ങൾക്ക് എത്ര സ്പീഡാക്കാൻ പറ്റുമോ അത്രയും സ്പീഡാക്കി നിങ്ങൾ പഠിച്ചോ കേട്ടോ. പാടിക്കോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് അടുത്ത സ്വരങ്ങൾ നോക്കാം എങ്ങനെയാണ് പാടുന്നത് എന്നുള്ളത്. സരി ഗ സരി സരി ഗ മ രി ഗ മ രി ഗ മ പ ഗ മ പ ഗ മ പ ധ മ പ ധ മ പ ധ നി പ ധ നി പ ധ നി സ സ നി ധ പ നി ധ പ നി ധ പ മ ധ പ മ ഗ രി സ എന്നാണ് കേട്ടോ. ഇനി അത് നമുക്ക് സ്പീഡ് കൂട്ടാം.
സരിഗ സരി സരിഗ മരിഗ മരിഗ രിഗ മപ ഗമ പദ മപദനി പദനി പദനി സനി ധ പനി ധനി ധ പമ ധ മഗരി മഗരി സ. ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടും അത് പാടി നോക്കണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് അത് എത്രത്തോളം ശ്വാസം കൺട്രോൾ ചെയ്ത് പാടാൻ പറ്റും അത്രത്തോളം നിങ്ങളത് ശ്വാസം കൺട്രോൾ ചെയ്തും കൂടെ പാടിയാൽ കുറച്ചും കൂടെ അത് നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നന്നായി ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം വലിച്ചെടുത്തിട്ട് നിങ്ങൾ സാവധാനം ഓരോ വിട്ടുകൊടുത്താൽ മതി. സ്വരങ്ങൾ സ്പീഡിൽ പാടിക്കൊടുക്കുക, ശ്വാസം സാവധാനമായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിങ്ങനെ ശ്വാസം മേലോട്ട് വലിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ പതുക്കെ വിടുകയാണ് ചെയ്യുക കേട്ടോ. ഓക്കെ, സരിഗ സരി സരിഗ മരിഗ മരിഗ രിഗ മപ ഗമ പദ മപദനി പദനി സനി ധ പനി ധനി ധ പമ ധ മഗരി സ. അപ്പോൾ നമ്മൾ ഇത്രയും പാടിയതിനുള്ളിൽ നമ്മൾ ഒരു പ്രാവശ്യം ശ്വാസം വിട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു 2-3 പ്രാവശ്യം നിങ്ങൾ ആദ്യം ശ്വാസം വിടുക, പിന്നെ അതൊരു 2 പ്രാവശ്യമാക്കുക, പിന്നെ അതൊരു പ്രാവശ്യമാക്കുക, പിന്നെ നമുക്ക് മാക്സിമം ഒറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെയായിട്ട്. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ സ്വരങ്ങളൊക്കെ പാടുന്ന സമയത്തായാലും നമ്മൾ കറക്റ്റ് സ്വരങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്ത് നോക്കേണ്ടത്. അത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ആ സപ്തസ്വരങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കേണ്ടത്. സപ്തസ്വരങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇനി പറ്റിയാൽ തന്നെ അതൊന്നും കറക്റ്റ് ആവണം എന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ ആ സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം, എന്നിട്ട് നിങ്ങളിതെല്ലാം ചെയ്തോ കേട്ടോ. ഇനി അടുത്തത് നോക്കിക്കേ. ഇനി നമ്മൾ സ്വരങ്ങൾ കൂട്ടിപ്പാടുകയാണ് ചെയ്യുന്നത്. അതേപോലെ പാടി നോക്കൂ കേട്ടോ. സാ 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 രീ 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 ഗ ഗ ഗ ഗ മ മ മ മ പ പ പ പ ധ ധ ധ ധ നീ 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 സാ 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 നീ 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 ധ ധ ധ ധ പ പ പ പ മ മ മ മ ഗ ഗ ഗ ഗ രീ 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 സാ 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 സാ. ഇത്രയും വരെ പാടി നോക്കണം. അത് സ്പീഡ് കൂട്ടാം. സാ 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 രീ 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 ഗ ഗ ഗ ഗ മ മ മ മ പ പ പ പ ധ ധ ധ ധ നീ 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 സാ 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 സാ. ഓക്കെ, അത് ഒറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒറ്റ ശ്വാസത്തിൽ പാടിപ്പോകാം. ഞാൻ പറഞ്ഞല്ലോ ശ്വാസം വലിച്ചെടുത്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ നമുക്കത് പോയിക്കോളും. ഓക്കെ, ഇനി മുകളിൽ നിന്ന് താഴോട്ട്, അതായത് അവരോഹണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോഹണം എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലേക്ക് സ്വരങ്ങൾ പോകുന്നതാണ്. അവരോഹണം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴേക്ക് സ്വരങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അവരോഹണം പാടാം. സാ 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 നീ 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 ധ ധ ധ ധ പ പ പ പ മ മ മ മ ഗ ഗ ഗ ഗ രീ 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 സാ 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 സാ. ഇത്തിരി ഓക്കെ. അപ്പോൾ സാ 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 അവിടെ തന്നെ നിൽക്കണം നിങ്ങളെ സ്വരം കേട്ടോ. മുകളിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്വരസ്ഥാനങ്ങൾ കറക്റ്റായിട്ട് പാടാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത സ്പീഡ് പാടി നോക്കാം. സ സ സ സ രി 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 ഗ ഗ ഗ ഗ മ മ മ മ പ പ പ പ ധ ധ ധ ധ നി 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 സ സ സ സ സ സ സ സ നി 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 ധ ധ ധ ധ പ പ പ പ മ മ മ മ ഗ ഗ ഗ ഗ രി 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 സ സ സ സ. ഇത്രയും സ്വരങ്ങൾ ഒരുമിച്ച് ഒരു ശ്വാസത്തിൽ പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പാടാൻ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് മറ്റേത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ശേഷമാണ് നിങ്ങളിത് പാടി നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വരങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ടല്ലോ, നാവൊന്നും വഴങ്ങി കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. നമ്മളെ അക്ഷരങ്ങളൊക്കെ നാവിൻ്റെ മുകളിൽ ഇങ്ങനെ പെട്ടെന്ന് വരണമെങ്കിൽ നമ്മളിത് ഒരുപാട് പാടി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ അങ്ങനെ പെട്ടെന്ന് സ്വരങ്ങൾ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ നന്നായിട്ട് മറ്റേത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇത് പാടി നോക്കേണ്ടത്. ഓക്കെ, ആദ്യമേ സ്പീഡുള്ളത് നിങ്ങൾ പാടരുത്. ഏത് സ്വരവും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്പീഡ് കുറച്ചിട്ട് അത് കേട്ട് പഠിച്ചതിന് ശേഷമാണ് നമ്മളിത്
സ്പീഡാക്കി പാടേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 3 എക്സസൈസുകൾ നിങ്ങൾ ചെയ്ത് നോക്കണേ. മറ്റേ എക്സസൈസിൻ്റെ കൂടെ ഇതും കൂടെ കൂട്ടിയിട്ട് ചെയ്ത് നോക്കണം. അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കുറഞ്ഞ ടൈമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇനി ഒരുപാട് ഇങ്ങനെ ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടൈം ഇങ്ങനെ കൂട്ടി നിങ്ങൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ആക്കി കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോ അല്ലെ 15 മിനിറ്റോ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് അരമണിക്കൂറായിട്ടുണ്ടാവും, പിന്നെ ഒരു 3/4 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, അങ്ങനെ ആയി വരും. അപ്പം നിങ്ങൾ 1 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്രയും ചെയ്താൽ മതി. കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ട് അത് ചെയ്യണമെന്നില്ല. 1 മണിക്കൂറേ നിങ്ങളെ കൊണ്ടാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ചെയ്താൽ മതി. ഇനി അരമണിക്കൂറേ ചെയ്യാൻ പറ്റുന്നുള്ളൂ, ടയേർഡ് ആവുകയാണ്, നിങ്ങളെ വോയിസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അരമണിക്കൂർ ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നീട് നിങ്ങൾക്ക് 1 മണിക്കൂറിലേക്ക് അത് ആക്കാൻ പറ്റും. പക്ഷേ ആദ്യമേ നമ്മൾ സ്ട്രെയിൻ ചെയ്യരുത്. നമ്മൾ കുറേശ്ശെ ആയിട്ട് പഠിച്ച് പോവുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വേണം പഠിക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല പാട്ടുകാരാവുക. ഓക്കെ, നന്ദി, നമസ്കാരം.